കോൺഗ്രസാണ് പ്രതിപക്ഷ മുന്നണിയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെന്നും സഖ്യം ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസ് നേതൃപരമായ പങ്ക് വഹിക്കണമെന്നും മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി മുൻ നേതാവുമായ യശ്വന്ത് സിൻഹ. പ്രതിപക്ഷം ഒന്നിച്ചു നിന്നാലേ ബിജെപിയെ പരാജയപ്പെടുത്താൻ ആവൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിൽ SP, BSP, കോൺഗ്രസ് എന്നീ പാർട്ടികൾ തന്ത്രപരമായ സഖ്യത്തിൽ ഏർപ്പെടണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിലെ മന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹ കഴിഞ്ഞ ഏപ്രിലിലാണ് ബിജെപി വിട്ടത്. സഖ്യം ഉണ്ടാക്കുന്നതിലും നിലനിർത്തുന്നതിലും ബിജെപിയാണ് മുൻപിലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് പാർട്ടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയില്ല, എന്നാൽ ഫലമാണ് പ്രധാനം, യശ്വന്ത് സിൻഹ പറഞ്ഞു. പ്രതിപക്ഷ മഹാസഖ്യം എന്ന പൊതുധാരണയുണ്ടെങ്കിലും പല സംസ്ഥാനങ്ങളിലും സഖ്യം യാഥാർത്ഥ്യമായിട്ടില്ല. ഡൽഹി, ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറച്ചു സീറ്റിലെ ജയിച്ചുള്ളൂവെങ്കിലും കോൺഗ്രസ് മാത്രമാണ് ബിജെപിയെ കൂടാതെയുള്ള പ്രധാന ദേശീയ രാഷ്ട്രീയ പാർട്ടി. സഖ്യം ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസ് വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, യശ്വന്ത് സിൻഹ പറഞ്ഞു. ഉത്തർപ്രദേശിലെ സംഭവ വികാസങ്ങളിൽ യശ്വന്ത് സിൻഹ ആശങ്ക പ്രകടിപ്പിച്ചു. വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മഹാസഖ്യവും കോൺഗ്രസും തമ്മിലുണ്ടെങ്കിൽ സൌഹൃദ മത്സരത്തിനാകണം ഊന്നൽ നൽകേണ്ടത്. എല്ലാം നശിപ്പിക്കുന്ന രീതിയിലാകരുത് മത്സരം. ഇനി സമയമില്ല, യശ്വന്ത് സിൻഹ കൂട്ടിച്ചേർത്തു.